നമ്മുടെ പ്രിയപ്പെട്ട സൂരജിൻ്റെ വീഡിയോ കാണാത്തൊരു വളരെ കുറവായിരിക്കും. സൂരജ് ചെയ്യുന്ന ഓരോരു സഹായവും എങ്ങനെയുള്ളവരെന്നറിയോ, അത്രത്തോളം ജീവിക്കാനും വേണ്ടിയിട്ട് ഒരു വഴിയുമില്ലാതെ വഴിമുട്ടി നിൽക്കുന്നവർക്കാണ് സൂരജിൻ്റെ ഓരോരു സഹായവും എത്തിക്കുന്നുള്ളത്. ഇങ്ങനെയുള്ള പ്രവൃത്തി കാണുമ്പോൾ ഇല്ലേ, ഇത് ചെയ്തത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് സൂരജിൻ്റെ ഈ ഒരു കാര്യം. ഇതാണ് ഞങ്ങൾ കുടിക്കണ വെള്ളം. ചോറാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഇവിടെ മഴ പെയ്ത മൊത്തത്തിൽ ഒന്ന് കാറ്റടിച്ചപ്പോൾ പേടിച്ചാണ് ഇതിനകത്ത് കിടക്കുന്നത്. ചേര വന്ന മോന്റെ ദേഹത്തോടെ അട്ട പെരിക്കാനട്ട കുളിക്കുന്നത്. പക്ഷെ ഇവിടെ നിന്ന് കുളിക്കുന്നത് എല്ലാരും കാണൂലേ. ഇഷ്ടമുള്ള ഒരു കാർഡ് എടുക്കുക, ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം മേടിക്കാം. എന്താ വാങ്ങുന്നേ? കിട്ടിയ ആഹാരം മേടിക്കാം. നീ എന്താ മേടിക്കാം? ഞാൻ ചെരുപ്പ് മേടിക്കാം. അപ്പൊ നിനക്ക് ഇഷ്ടമുള്ള ഒരു കാർഡ് എടുത്തോ. നീ എത്ര രൂപ കാർഡില്? 3000 രൂപ ഉണ്ട്. ഒന്നുകൂടെ ഒരു കാർഡ് തൊട്ടോ. ഓക്കെ, എടുത്തോ. അപ്പൊ കാർഡിൽ എത്രയുണ്ട്? 5000 രൂപ ഉണ്ട്. അത് മതിയാ? അത് മതിയാ? മോള് എത്ര പഠിക്കണേ? 9ാം ക്ലാസ്സിലാ. രാവിലെ എന്ത് കഴിച്ചു നിങ്ങള്? രാവിലെ ഒന്നും കഴിച്ചില്ല, ഒരു വകയും കഴിച്ചില്ല. ഒന്നുമില്ല ഉണ്ടാക്കാൻ, മാവ അങ്ങനെയൊന്നും കടം വാങ്ങാനും ആരും ഇല്ല. മോളെന്താ കഴിച്ചു രാവിലെ? കഴിച്ചില്ല. പഴം കഴിച്ചെന്ന് പറഞ്ഞു. പഴം. അപ്പൊ ഇന്നലെ ചോറ് കഴിച്ചു. ഞാൻ ഒന്നും കഴിച്ചില്ല. ഞാൻ കുറച്ച് നേരത്തെ എണീച്ചത്. ഇപ്പൊ എണീച്ചതേ ഉള്ളൂ. ജീവിക്കണോ മരിക്കണോ എന്നൊന്നും ഒരു അറിഞ്ഞു. ഇവര് രാവിലെ ഒന്നും വിശന്നാന്ന് പറയുമ്പോൾ ഞാൻ വഴക്ക് പറയും. ഞാനിവിടെ പോകാൻ വേണ്ടി മിക്ക ദിവസം ഒന്നും കാണൂല കഴിക്കാൻ. ഇവിടെ പട്ടിണി ഇടയ്ക്കേ ഉള്ളൂ. ഞാൻ കലക്ടർ ഓഫീസിൽ ഒരു പരാതി കൊടുത്തിട്ട് പോലും അവരാരും നമുക്കൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ പള്ളിയിൽ അപേക്ഷ കൊടുത്ത് അവര് പറഞ്ഞു അവർക്ക് ഫണ്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പഞ്ചായത്തിൽ പല പ്രാവശ്യം എന്റെ ഉമ്മ പോയി. ഉമ്മ അറ്റാക്ക് വന്നാണ് മരിച്ചത്. നമുക്ക് ആരും ഇല്ല. എങ്ങനെ ഞങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കും പോലെ. നമ്മളെ ഈ വീട്ടിനകത്ത് മരിച്ചു കിടന്നാലും ആരും അറിയും. പോയാലും ആളുകളായിരിക്കുന്നൊക്കെ നമ്മളെ കേൾക്കേണ്ടി. ഈ 4 വർഷം കൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് കിടന്ന് പെരുന്നപ്പാട് ഞങ്ങൾക്ക് അറിയില്ല. പയ്യവന് വല്ലതും കൊണ്ട് തരും. 10-200 അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. പയ്യന് ജോലിക്കുമ്പോ ആൾക്കാര് കഴുത്തേം തൂക്കി പിടിക്കും, അടിയൊക്കെ കൊടുക്കും. പിന്നെ ഞാൻ ഇപ്പൊ എഴുതി കൊടുത്തപ്പോ ഫണ്ടിലൊന്നും ഇല്ല, അങ്ങനെ കൊടുക്കാനുള്ള ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. എന്താ കഴിക്കാൻ ആഗ്രഹം? എനിക്ക് മസാല ദോശയാണ് കഴിക്കാൻ. മസാല ദോശയാണ് കഴിക്കാൻ ആഗ്രഹം. 1000 കിട്ടിയാൽ വലിയൊരു പുണ്യാണ്. പേരെന്താണ്? ഫർഹാന. ഉമ്മയുടെ പേര്? സർജു. കീറ ഡ്രസ്സാണ് ഇട്ടിരിക്കണത്. കീറാത്തില്ലേ? ഇല്ല, ചിലതൊക്കെ ഉണ്ട്, അതൊക്കെ കഴുകി ഇട്ടിരിക്കണം. 3 നേരം ഇല്ലെങ്കിൽ 1 നേരമെങ്കിലും ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ആഗ്രഹമുണ്ട്. കൊച്ചിനാണെങ്കിൽ നല്ലൊരു ഡ്രസ്സ്, കമ്മല, ചെരുപ്പ് അങ്ങനെയൊന്നും ഇല്ല. ഞാൻ ജോലിക്ക് പോയിട്ട് 4 വർഷം ആവണം. നീതി കൊണ്ട് ഭയങ്കര വേദന. രാത്രിയാകുമ്പോ ഉറക്കമില്ല, 2 കാലും വേദനയാണ്. മൊത്തം ബുദ്ധി ഉണ്ടെങ്കിൽ ഇത്തിരി എത്ര ശതമാനം അവന് കുറവാണ്. അപ്പൊ ഡോക്ടർ സർട്ടിഫിക്കറ്റിന്റെ കയ്യിലിരിപ്പുണ്ട്. എത്തിങ്ങാനുണ്ടല്ലോ. 3 മക്കൾ അവിടെ തന്നെ നിന്നത്. ഫർഹാനക്ക് 5000 രൂപയാണ് പൈസ കിട്ടിക്കുന്നത്. അപ്പൊ 5000 രൂപയ്ക്ക് സാധനം മേടിക്കാൻ വേണ്ടി നമ്മൾ പോവേണ്. കൊടുത്ത് ഇഷ്ടമാണോ? കുഴപ്പമില്ല, ഫിറ്റിൽ. അപ്പൊ വാടകയും കൊടുക്കുക, ചെലവിനുള്ളതും ഇങ്ങനത്തെ കട എന്താ കൊടുക്കുക, അത് തൽക്കാലം വെച്ചിരിക്കുക. എന്തായാലും ഇനി ഈ വീഡിയോ ഒന്ന് കണ്ടില്ലേ? ആ ഉമ്മാൻ്റെ സങ്കടം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ആ ഉമ്മ പിരിവിനും സഹായത്തിനും വേണ്ടിയിട്ട് പള്ളി പോയൊരു പള്ളിയിൽ നിന്ന് വരെ ഫണ്ടില്ല എന്ന് പറഞ്ഞിട്ട് റിജക്റ്റ് ചെയ്തെന്ന്. എന്താ അല്ലേ, കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സങ്കടം തോന്നിപ്പോയി. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുമുണ്ട് ആളുകളല്ലേ. പക്ഷെ സൂരജ് ഓരോരോ ആളെ സഹായിക്കുന്നതുമുണ്ടല്ലോ, അത് ആ സഹായം അർഹതപ്പെട്ടവരടുത്ത് തന്നെയാണ് പോകുന്നുള്ളത്. നമ്മുടെ ഇസ്ലാമിൽ തന്നെ പറയുന്നുണ്ട്, നമ്മളൊരാളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടായിരിക്കും അവിടുത്തെ ജമാഅത്ത് ആരും ഈ ഒരു കാര്യത്തിൽ ഇടപെടാത്തത്? നല്ലവരായ ഒരുപാട് ആളുകളുണ്ടാവില്ല നാട്ടിൽ, എന്തുകൊണ്ട് സഹായം എത്തിക്കുന്നില്ല? അവർ താമസിക്കുന്ന ആ വീടും അവർ
കുളിക്കുന്ന ആ ബാത്റൂമും കാണുമ്പോൾ ഇല്ലേ, എന്താ അതിനെ പറയുന്നത്? പറയാനൊന്നുമില്ലട്ടാ. ഇങ്ങനെയൊന്നും ആർക്കും എത്തിക്കാതിരിക്കട്ടെ. ഞാൻ നമുക്ക് പ്രാർത്ഥിക്കാം.